ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു വന്നിരിക്കുന്ന ഈ നാളുകളിൽ ആ വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ ജീവിക്കാനായിട്ട് ദൈവാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നതായ നമ്മുടെ ഗുരുനാഥൻ തന്നതായ മഹാനിയോഗം, അതിനോടുള്ളതായ അനുസരണം എന്നുള്ളതും നമ്മുടെ പ്രത്യാശയെ പുതുക്കേണ്ടുന്നതായ കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തു വന്നിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കർത്താവ് കൽപ്പിച്ച, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഈ ഉത്തരവാദിത്വം വിശ്വസ്തമായി നിർവഹിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. നാം ഈ വിഷയത്തിൻ്റെ രണ്ടാം പാഠമാണ് ചില ക്ലാസ്സുകളായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് മഹാനിയോഗം എന്ന ചോദ്യത്തിൻ്റെ ചില ഉത്തരങ്ങൾ നമ്മൾ ലളിതമായി ധ്യാനിക്കുകയായിരുന്നു. എൻ്റെ അഞ്ചാമത്തെ ഉത്തരമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയാനിടയായിട്ട് തീർന്നത്. പരിശുദ്ധാത്മ നടത്തിപ്പിൽ നിർവഹിക്കേണ്ടതാണ് മഹാനിയോഗം എന്നുള്ളതായ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ഓർക്കാനിടയായിട്ട് തീർന്നു. ആ ബന്ധത്തിൽ സഭയിൽ പരിശുദ്ധാത്മാവ് നിർവഹിക്കുന്ന ശുശ്രൂഷകളുടെ ഒരു ലളിതമായ ഔട്ട്ലൈൻ നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. വളരെ കൃത്യമായി തിരുവെഴുത്ത് നമ്മൾ വിലയിരുത്തുമ്പോൾ സഭയോട് കൂടെ എന്നേക്കും ഇരുന്നു കൊണ്ട് സഭയുടെ കാര്യസ്ഥനായി പരിശുദ്ധാത്മാവ് വർത്തിക്കുന്നു എന്നുള്ളതായ സത്യമാണ് ആ ബന്ധത്തിൽ നാം ചിന്തിക്കാനിടയായിട്ട് തീർന്നത്. അതിൽ തന്നെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു വന്ന കൂട്ടത്തിൽ അഞ്ചാമത്തെ കാര്യമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. മഹാനിയോഗത്തോടുള്ള അനുസരണത്തിൽ സുവിശേഷം പ്രസംഗിക്കുമ്പോഴും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നതാരാണ്? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ മഹാനിയോഗ നിർവഹണത്തിൽ സുവിശേഷ ഘോഷണം എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു സഭയുടെ വലിയ ദൗത്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ദൗത്യം എല്ലാ വിശ്വസ്തതയിലും ഉത്സാഹത്തിലും നിവർത്തിക്കുമ്പോഴും കേൾക്കുന്ന വ്യക്തികൾക്ക് പാപബോധം നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ ഈ ശുശ്രൂഷ നിർവഹിക്കുക എന്നുള്ളത് അതിൽ തന്നെ എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളതായ കാര്യം നാം കാണുകയായിരുന്നു. അതിൽ ആ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും എന്നുള്ളതായ കാര്യം നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചു. അവിടെ പറയുന്നതായ പാപം ഏതാണ് എന്നുള്ളത് യോഹന്നാൻ 16:9 വാക്യത്തിലുണ്ട്. ഏതാണ് ആ പാപം? അവർ എന്നിൽ വിശ്വസിക്കായകയാൽ പാപത്തെക്കുറിച്ച്. അപ്പോൾ വേദപുസ്തക വീക്ഷണത്തിൽ ഏറ്റവും വലിയ പാപം യേശുക്രിസ്തുവിനെ അവിശ്വസിക്കുന്നതായ പാപമാണ്. ഏറ്റവും ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ഏതാണ്? പിതാവ് അയച്ച പുത്രനിൽ വിശ്വസിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് എന്തൊരു വലിയ കാര്യമാണ്. ദൈവപ്രസാദത്തിൽ ജീവിക്കത്തക്കവണ്ണമുള്ള അടിസ്ഥാനം അതിനാൽ ഇടാൻ സാധിച്ചു എന്നുള്ളത്
നമുക്കിവിടെ നന്ദിയോടുകൂടി ഓർക്കാം, ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ തന്നെ ഈ സന്ദേശത്തെ അവഗണിച്ചു പോകുന്നു എന്നുള്ളത്, അവിശ്വസിക്കുന്നു എന്നുള്ളത് എത്ര ഗുരുതരമായ കാര്യമാണ് എന്ന് നമ്മൾ കണ്ടു. 1-2 റെഫറൻസ് എഴുതിയായിരുന്നു. ഒരു വാക്യം കൂടി വായിച്ചിട്ട് നമുക്ക് അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നീങ്ങാം എന്ന് കരുതുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഈ വിഷയം വ്യക്തമാക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. 8-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് നിങ്ങൾ വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞു. അവൾ അവിടെ കർത്താവ് പറഞ്ഞു പാപങ്ങളിൽ മരിക്കും. എന്തുകൊണ്ടാണ് പാപങ്ങളിൽ മരിക്കുന്നത് എന്ന് അടുത്ത വാചകത്തിൽ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് നിങ്ങൾ വിശ്വസിക്കായികയാണ്. അപ്പോൾ സുവിശേഷം അവിശ്വസിക്കുന്നത്, കർത്താവിനെ അവിശ്വസിക്കുന്നത് പാപത്തിൽ മരിക്കാൻ കാരണമായിട്ട് തീരും. പാപത്തിൽ മരിക്കുന്ന ഒരാൾക്ക് കർത്താവ് ആ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോകുന്ന ഇടത്തേക്ക് വരാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എത്രയോ വ്യക്തമായിട്ടാണ് ഈ പാപത്തിൻ്റെ ഗൗരവം, ഭയാനകത നമ്മുടെ കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, കാര്യസ്ഥൻ വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. അതിൻ്റെ 45-ാമത്തെ വാക്യം കൂടി നമുക്കൊന്നങ്ങ് വായിച്ച് മാത്രം പോകാം. 45-ാമത്തെ വാക്യം. ഞാനോ സത്യം പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. അപ്പോൾ അവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ വിശ്വസിക്കുന്നില്ല ഞാൻ എന്ത് പറയുന്നത് കൊണ്ട്, സത്യം പറയുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പോൾ സത്യത്തെ അവിശ്വസിക്കുന്നു എന്നുള്ളതായ ഏറ്റവും ഗുരുതരമായ കാര്യമാണ് അവിടെ ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിശദീകരണം കൂടാതെ ഒരു സത്യം ഇവിടെ ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ദൈവം പരമാധികാരിയാണ്. അപ്പം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ കർത്താവിന് വളരെ കൃത്യമായിട്ടറിയാം. കർത്താവിൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാ കാര്യവും. അതൊക്കെ ദൈവം വെളിപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ടതായൊരു സത്യമാണ്. അപ്പോൾ ഇവിടെ നാം കാണുന്നൊരു കാര്യം, രക്ഷയ്ക്കുള്ളതായ സാധ്യത എല്ലാവർക്കുമുണ്ട്. 1 തിമോഥെയോസ് 2:4 നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം എല്ലാവർക്കും വേണ്ടിയാണ് രക്ഷ ഒരുക്കിയത്, എല്ലാവർക്കും ആ കൃപയിലേക്ക് വരാം. അപ്പം എന്തുകൊണ്ട് അത് നഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ കാരണം നാം കാണുന്നത്, ദൈവം വച്ചിരിക്കുന്നതായ വ്യവസ്ഥയെ തള്ളിക്കളയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവിശ്വാസമെന്ന പാപത്തിൻ്റെ ഭയാനകത നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഈ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നതിൽ ഒരു വ്യക്തിക്കുള്ള പങ്കും ഉത്തരവാദിത്വവും നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. നമുക്ക് കർത്താവിനെ വിശ്വസിക്കുവാൻ, രക്ഷകനും കർത്താവുമായി കൈക്കൊള്ളാനൊക്കെയുള്ളതായ ഭാഗ്യം കർത്താവ് തന്നു എന്നുള്ളത് എല്ലാ നന്ദിയോടും കൂടെ ഓർക്കാം, ദൈവത്തെ സ്തുതിക്കാം. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നതായ കാര്യം എന്തിനെക്കുറിച്ച് ബോധം വരുത്തും എന്നാണ്? നീതിയെക്കുറിച്ച് ബോധം വരുത്തും. അതിൻ്റെ വിശദീകരണവും കർത്താവ് 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. യോഹന്നാൻ 16:10 വാക്യം. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ച്. അപ്പോൾ അവിടെ നീതിയെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബോധം വരുത്തും എന്ന് പറഞ്ഞിട്ട് 10-ാമത്തെ വാക്യത്തിൽ അതിനൊരു വിശദീകരണം പറയുകയാണ്. അപ്പോൾ എന്താണ് ഈ വിശദീകരണവും
ഈ സത്യവും തമ്മിലുള്ളതായ ബന്ധം. ആരുടെ നീതിയെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് ബോധം വരുത്തുന്നത്? യേശുക്രിസ്തുവിൻ്റെ നീതിയെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് ഒരു പാപിക്ക് ബോധം വരുത്തുന്നത്. ഇവിടെ കർത്താവ് പറയുന്ന വിശദീകരണം വളരെ മനോഹരമായിട്ടുള്ളൊരു വിശദീകരണമാണ്. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കർത്താവ് ഈ പ്രസംഗം പറയുന്നത് മരണത്തിൻ്റെ തലേ രാത്രിയിലാണ്. അപ്പോൾ കർത്താവ് മരിക്കാൻ പോകുന്നു എന്നുള്ളതായ കാര്യം അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ശിഷ്യന്മാർക്കും അത് ശിഷ്യന്മാരോടും പറഞ്ഞിട്ടുണ്ട്. എന്തോരം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. കുറച്ചവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഹൃദയം കലങ്ങാനൊക്കെ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്നുള്ളതായ ഉപദേശവും ആശ്വാസവും കർത്താവ് നൽകുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നുണ്ട്. അപ്പോൾ കർത്താവ് പിതാവിൻ്റെ അടുക്കൽ പോകണമെങ്കിൽ അതിനു മുമ്പ് ചില കാര്യങ്ങൾ നടക്കണം. യേശുക്രിസ്തുവിൻ്റെ മരണം നടക്കണം, പിന്നെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കണം, സ്വർഗാരോഹണം നടക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടന്നാലാണ് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ കർത്താവ് പറയുന്ന ഈ കാര്യം, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ച് ബോധം വരുത്തും എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ കർത്താവ് ഇതുവരെ പറഞ്ഞതായ എല്ലാ കാര്യങ്ങളും മുഴുവനും ശരിയായിരുന്നു എന്നുള്ളത് തെളിയിക്കപ്പെട്ടു, ഉറപ്പിക്കപ്പെട്ടു. നമുക്ക് കർത്താവ് പറഞ്ഞ എല്ലാ കാര്യവും ഇവിടെ ഓർക്കാൻ പറ്റുകയില്ല. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിനൊരു പ്രത്യേകതയുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മറ്റ് 3 സുവിശേഷങ്ങളിൽ ഇല്ലാത്ത ഒരു കാര്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ എഴുതുന്നുണ്ട്. അതെന്താണെന്ന് ഓർമ്മ വരുന്നുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം പറയുന്നു. പിന്നെ യേശുക്രിസ്തുവിൻ്റെ അവകാശവാദങ്ങൾ യോഹന്നാൻ മാത്രമേ എഴുതുന്നുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ അവകാശവാദങ്ങൾ, യേശുക്രിസ്തു തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യോഹന്നാൻ അപ്പോസ്തലൻ വളരെ കൃത്യമായും ക്രമമായിട്ടും എഴുതുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം ഈ സുവിശേഷത്തിൽ വെളിപ്പെടുത്തുമ്പോൾ കർത്താവിനെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു ഘടകമാണ്. ദൈവത്തെ മനുഷ്യന് മനസ്സിലാകണമെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാവൂ? ദൈവം തന്നെ വെളിപ്പെടുത്തണം. അപ്പോൾ അതാണ് ക്രിസ്തുവിൻ്റെ അവകാശവാദങ്ങളുടെ പ്രത്യേകത. യേശുക്രിസ്തുവിൻ്റെ അവകാശവാദങ്ങൾ അതിൽ തന്നെ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ ശക്തമായിട്ടുള്ളതായ തെളിവാണ്. മനുഷ്യന് ദൈവത്തെ അന്വേഷിച്ച് പഠനങ്ങളിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല. പഠനങ്ങളൊക്കെ ഭൗതിക പ്രസക്തമായ കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. ദൈവത്തെ അങ്ങനെ പഠനങ്ങളിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല. പിന്നെ അങ്ങനെ വല്ലതുമൊക്കെ കണ്ടെത്തിയാലും വളരെ ഭാഗികമായ അറിവുകളെ ദൈവത്തെക്കുറിച്ച് അന്വേഷണങ്ങളിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. വളരെ പഴയൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. 4 കുരുടന്മാർ ആനയെ കാണാൻ പോയ കഥ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്. അവർ ആനയെ തപ്പി നോക്കി അറിയുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന കാര്യത്തിൽ ആ പ്രയോഗം പുതിയ മന്ത്രിയുടെ സ്ഥലത്തുണ്ട് കേട്ടോ. 17-ാം അധ്യായത്തിൽ അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ആ അന്വേഷണത്തിൽ തപ്പി നോക്കി തങ്ങൾക്ക് തോന്നിയ അഭിപ്രായം ദൈവത്തെക്കുറിച്ച് അവർ പറയാനിടയായിട്ട് തീർന്നു. കഥയിലെ വിശദാംശങ്ങൾ പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ ദൈവത്തെ അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അവൻ അറിയുന്ന അറിവുകൾ വളരെ ഭാഗികമായിരിക്കും.
ഭാഗികമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ മനസ്സിലാക്കണമോ, ദൈവം തന്നെ വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് അങ്ങനെ വളരെ അസാധാരണമായ ചില കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചിന്തിക്കുന്നില്ല. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു ഉദാഹരണത്തിന് പറയാം. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. അത് ലോകത്തിൽ സാധാരണ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇവരെ ആർക്കും പറയാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ഈ മാളികമുറിയിലെ പ്രസംഗത്തിൽ തന്നെ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു മനുഷ്യന് പറയാൻ പറ്റുന്നതായ കാര്യം അല്ല. അപ്പോൾ ഈ അവകാശവാദങ്ങൾ അതിൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ വെളിപ്പെടുത്തലായിട്ടാണ് ഇരിക്കുന്നത്. കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ നാരായണൻ നമ്പൂതിരിപ്പാട് മൂവാറ്റുപുഴ ടൗൺ ഹാളിൽ നടന്നൊരു യോഗത്തിൽ വന്ന് പ്രസംഗിക്കാനിടയായിട്ട് തീർന്നപ്പോൾ തൻ്റെ സാക്ഷ്യം ആ പ്രസംഗത്തിൽ വിശദമായിട്ട് പറഞ്ഞായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഈ യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചപ്പോൾ തനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇങ്ങനെ ഒരാൾ പറയണമെങ്കിൽ ഒന്നുകിൽ ആ ആൾ ദൈവം ആയിരിക്കണം, അല്ലെങ്കിൽ പിന്നെ സ്ഥിരബുദ്ധിയില്ലാത്ത ഒരാൾ ആയിരിക്കണം. അപ്പോൾ ആ വായനയുടെ ഒടുവിൽ അദ്ദേഹം എത്തി, ഈ അവകാശവാദങ്ങൾ നടത്തിയ ആൾ സാക്ഷാൽ ദൈവമാണ് എന്നുള്ളത് വിശ്വസിക്കുവാനും ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി കൈക്കൊള്ളാനും ഇടയായിട്ട് തീർന്നു. അപ്പോൾ ഈ അവകാശവാദങ്ങൾ എന്നുള്ളത് എത്രയോ മനോഹരമായിട്ടുള്ള സത്യമാണ്. അത് നമുക്കവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഈ അവകാശവാദങ്ങൾ കേട്ടപ്പോൾ അന്നത്തെ കേൾവിക്കാർക്ക് ചിലർക്കൊക്കെ അത് അരോചകമായി തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മതത്തിൻ്റെ ആളുകളൊക്കെ പറഞ്ഞു, നീ നിന്നെക്കുറിച്ച് തന്നെയാണ് സാക്ഷ്യം പറയുന്നത്, മറ്റുള്ളവരാണ് സാക്ഷ്യം പറയേണ്ടത് എന്നൊക്കെ പറയാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ഈ പറഞ്ഞ കാര്യങ്ങൾ, എൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ അവകാശവാദം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് എന്തെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞുവോ അതെല്ലാം അതുപോലെ സത്യമാണ് എന്നുള്ളത് ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും തെളിയിച്ചു. അപ്പോൾ അതുകൊണ്ട് കർത്താവ് ഇവിടെ പറയുകയാണ്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ച്. ഇനി എൻ്റെ മറുവശം ഞാൻ വിശദീകരിക്കുന്നില്ലെങ്കിലും ഒരു സൂചന പറയാം. കർത്താവിനെ അടക്കി കഴിഞ്ഞിട്ട് ശത്രുക്കൾ വന്ന് പീലാത്തോസിനോട് പറഞ്ഞായിരുന്നു. അവിടെ ഒരു വാക്ക് കർത്താവിനെ കുറിച്ച് പരദൂഷണം പറയുന്നുണ്ട്. ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനെ വന്ന് കട്ടുകൊണ്ടുപോയിട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് പറയാനിടയായിട്ട് തീരും. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണം നടക്കുന്നില്ലെങ്കിൽ അവരാ പറഞ്ഞ വാക്ക് അതുപോലെ തന്നെ ഒക്കും, ഇല്ലേ? ഈ പറഞ്ഞതെല്ലാം വെറുതെ പറഞ്ഞതാണ്, ചതിയാണ് എന്നുള്ളത് വ്യക്തമാക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ സംഭവിച്ചു. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം സത്യമാണെന്നുള്ളത് ഉറപ്പിക്കപ്പെട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ബോധം വരുത്തിക്കൊണ്ടിരിക്കുന്നൊരു കാര്യം, ഒരു പാപിക്ക് പാപബോധം കൊടുക്കും. ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാതെ പോകുന്നതിൻ്റെ അപകടം ബോധ്യപ്പെടുത്തും. പിന്നെ ബോധ്യപ്പെടുത്തുന്നത് യേശു ക്രിസ്തുവിൻ്റെ നീതിയെ ബോധ്യപ്പെടുത്തും. അതിൽ നമുക്ക് വളരെ പരിചയമുള്ളൊരു വേദഭാഗം പറയാം, അതായിരിക്കും എളുപ്പം. ക്രൂശിലെ മാനസാന്തരപ്പെട്ട കള്ളൻ, ആ റെഫറൻസ് എഴുതിയിട്ടാൽ മതി. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യത്തിൽ ആദ്യം അവൻ്റെ പാപം സമ്മതിച്ചു. അവൻ്റെ കൂട്ടുകാരനെ ഉൾപ്പെടുത്തി പറഞ്ഞു, നാം ന്യായമായ ശിക്ഷയാണ് അനുഭവിക്കുന്നത്. ഇതിനേക്കാൾ വലിയ മാനസാന്തരം വേണോ?
ഏറ്റവും വലിയ മാനസാന്തരമാണത്. കാരണം നമ്മളിപ്പോൾ ക്രൂശിൽ തൂക്കിയിരിക്കുകയാണ്, അതിൻ്റെ വേദനയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈ കിട്ടുന്ന ശിക്ഷ ന്യായമായതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിന് തക്കവണ്ണമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ജീവിച്ചത്. തൻ്റെ കൂട്ടുകാരനെ ഉൾപ്പെടുത്തി അവനോട് പറയുക, നാം ന്യായമായ ശിക്ഷയാണ് അനുഭവിക്കുന്നത്. അടുത്തവൻ പറഞ്ഞു, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ യേശുക്രിസ്തു അരുതാത്തതൊന്നും ചെയ്യാത്തവനാണ് എന്നുള്ളതായ ആ സത്യം മരണവേദനയുടെ നടുവിലും അവൻ തൻ്റെ കൂട്ടുകാരനോട് പറയുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളതായൊരു സത്യമാണ്. അപ്പോൾ ഒരു പാപിക്ക് പരിശുദ്ധാത്മാവ് ആദ്യം പാപബോധം കൊടുക്കും, പിന്നെ യേശുക്രിസ്തുവിൻ്റെ നീതിയെക്കുറിച്ചുള്ളതായ ബോധ്യം നൽകും. അപ്പോൾ അതാണ് അവന് ഈ മരിക്കാൻ പോകുന്ന കർത്താവിൽ ആശ്രയിക്കാൻ മുഖാന്തരമായിട്ട് തീർന്നത്. അവൻ്റെ അടുത്ത വാചകം നമ്മൾ സാധാരണ പറയുന്നതല്ലേ, യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് അവൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം യേശുക്രിസ്തുവിൻ്റെ മഹത്വം ആ തൻ്റെ മരണത്തോട് അടുത്ത സന്ദർഭത്തിലും അവൻ കണ്ടു എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിൻ്റെ നീതിയെക്കുറിച്ചുള്ള ബോധം നൽകും. യേശുക്രിസ്തുവിൻ്റെ നീതിയും പാപമില്ലായ്മയും ഒരു വ്യക്തിക്ക് ബോധ്യപ്പെട്ടാൽ ആ വ്യക്തിക്ക് തൻ്റെ പാപത്തെക്കുറിച്ചുള്ളതായ ബോധ്യം കൂടുതൽ വർദ്ധിക്കുവാൻ ഇടയായിട്ട് തീരും. കാരണം യേശുക്രിസ്തു ഇത്ര നിസ്തുല്യനാണ് എന്നുള്ളതായ കാര്യം കാണുമ്പോൾ, ആ ആളത്വത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഞാൻ എത്ര അരിഷ്ടനായൊരു മനുഷ്യനാണ് എന്നുള്ളതായ കാര്യം തിരിച്ചറിയുവാൻ ഇടയായിട്ട് തീരുന്നത്. ദീർഘമായ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്ന സൈലസീനായിരുന്ന ദൈവദാസൻ്റെ സാക്ഷ്യം ഒരു യോഗത്തിൽ കേൾക്കാൻ ഇടയായിട്ട് തീർന്നത് ഓർക്കുന്നു. ബോംബെയിൽ നടന്നൊരു യോഗത്തിൽ കർത്താവിൻ്റെ ദാസൻ KG കുര്യച്ചൻ യേശുക്രിസ്തുവിൻ്റെ നിഷ്പാപാവസ്ഥയെക്കുറിച്ചുള്ളതായ വിഷയമാണ് ആ യോഗത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നത്. ഇദ്ദേഹം യോഗത്തിന് വന്നതല്ല, എങ്കിലും ആ പട്ടണത്തിൽ നടന്നൊരു യോഗമായതുകൊണ്ട് വഴിയരികെ നിന്ന് ഈ പ്രസംഗം കേട്ടു. അപ്പോൾ മലയാളിയായ ഒരാൾ പ്രസംഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിനോട് അങ്ങനെ ഒരു ആകർഷണീയത്വം തോന്നാനും അത് കേൾക്കാനും ഇടയായിട്ട് തീർന്നു. ഇനി ഞാൻ പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. യേശുക്രിസ്തു പാപരഹിതനാണ് എന്നുള്ളതായ ഈ സത്യം ആ ദൈവദാസൻ വചനത്തിലൂടെ വിശദീകരിക്കുമ്പോൾ ഞാൻ എന്തോ ഒരു വലിയ പാപിയാണ് എന്നുള്ളതായ കാര്യമാണ് ഞാൻ തിരിച്ചറിയുവാൻ ഇടയായിട്ട് തീർന്നത്. എന്ന് പറഞ്ഞാൽ ആ ആളത്വത്തിൻ്റെ മുമ്പിൽ ഞാൻ എത്ര കുറവുള്ളവനാണെന്നുള്ളത് മനസ്സിലാക്കാനും ആഴമേറിയ പാപബോധത്തിലേക്ക് വരാനും യേശുക്രിസ്തുവിനെ അന്ന് രക്ഷകനും കർത്താവുമായി കൈക്കൊള്ളാനും ഇടയായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, യേശുക്രിസ്തുവിൻ്റെ നീതിയും അവൻ്റെ വിശുദ്ധിയുടെ മഹത്വവും അത് എങ്ങനെ ഒരു പാപിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം നാം ഇവിടെ ഉൾക്കൊള്ളുകയാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ കർത്താവിൻ്റെ പാപമില്ലായ്മയും അവൻ്റെ പ്രായശ്ചിത്ത മരണത്തിൻ്റെ മഹത്വവും രക്ഷിപ്പാൻ കർത്താവ് പ്രാപ്തനാണ് എന്നുള്ളതായ സത്യവും ഒക്കെ ആവർത്തിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. ചില വാക്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കാം. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യത്തിൽ നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണല്ലോ. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുത്തു ചെല്ലുന്ന ഏവരെയും പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അപ്പോൾ
യേശുക്രിസ്തുവിൻ്റെ നിഷ്പാപാവസ്ഥയെ മാത്രമല്ല പൂർണ്ണമായിട്ടും രക്ഷിപ്പാൻ ക്രിസ്തു പ്രാപ്തനാകുന്നു എന്നുള്ളത് തിരുവെഴുത്ത് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഈ വലിയ സത്യം ബോധം വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിലൂടെയൊക്കെ ഞാൻ പറയുന്ന ഈ കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് ഒരു പാപിയെ രക്ഷയിലേക്ക് നയിക്കുന്നത്. അതിവിടെ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം കൊണ്ട് ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. മൂന്നാമത്തെ കാര്യം എന്നുണ്ട് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്. അതിന് വിശദീകരണ ഭാഗത്തുണ്ട്. ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. അപ്പം ഇത് ഒരു വലിയ സംഭവത്തെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടത് എവിടെയാണ്? കാൽവറിയിലെ ക്രൂശിലാണ്. ഒന്ന് രണ്ട് പരിചയമുള്ള വാക്യം പറയാം, അത് മതിയാകും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. അത് കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞ ആദ്യത്തെ പ്രവചനമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ പിശാചിൻ്റെ തല ക്രൂശിൽ തകർക്കപ്പെടുകയായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. വേറൊരു വാക്യം കൂടി എഴുതിയിട്ടുള്ളൂ. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ. അതൊന്ന് വായിച്ചോളൂ. നമുക്കറിയാവുന്ന വാക്യമാണ്, എങ്കിലും ഒന്ന് വായിച്ചു പോകാം. 2-14-15 വാക്യങ്ങൾ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. ഒത്തിരി സത്യങ്ങൾ ആ വാക്യത്തിൽ ദൈവാത്മാവ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പിശാചിനൊരു പേര് പറയുന്നുണ്ട്. എന്താ പേര്? മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ആ വാക്യത്തിൻ്റെ ആരംഭത്തിൽ നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ അനിവാര്യത പോലും പറയുന്നുണ്ട്, ഇല്ലേ? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരം എന്തുകൊണ്ട് ആവശ്യമായിട്ട് വന്നു എന്നുള്ളതായ കാര്യവും ആ വാക്യത്തിൽ വെളിപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചതായ കാര്യം, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താലാണ് ക്രൂശിൽ പരാജയപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നത്. ഒരു റെഫറൻസോടെ എഴുതിയിട്ടുള്ളൂ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി, അവരെ പരസ്യമായ കാഴ്ചയാക്കി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ മരണത്തിൽ സംഭവിച്ചതായ പൈശാചികമായ ശക്തികളുടെ വലിയ പരാജയമാണ് ക്രൂശിൽ വെളിപ്പെടുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വലിയ സത്യം ആളുകൾക്ക് ബോധം വരുത്തിക്കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് പിശാചിനെ പൊതുവെ ആളുകൾക്ക് ഭയം കാണും. പക്ഷേ ഈ വചനം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഭയത്തിന് ഇന്ന സ്ഥാനം ഇല്ല. മരണത്തിൻ്റെ അധികാരിയായ പിശാചിന് തൻ്റെ മരണത്താൽ നീക്കിയവൻ്റെ മഹത്വം ഉൾക്കൊള്ളുവാനും അവനിൽ വിശ്വാസം അർപ്പിക്കുന്നതിനും അത് മുഖാന്തരമായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ബോധം വരുത്തുന്നതായ ഈ സത്യം അതിൽ തന്നെ എത്രയോ മനോഹരമാണ് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഒരു സ്റ്റേറ്റ്മെൻ്റ് കൂടി പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് മുമ്പോട്ട് പോകട്ടെ. ക്രൂശ് വെളിപ്പെടുത്തുന്നൊരു വലിയ സത്യമുണ്ട്. പാപത്തിന്
നിശ്ചയമായും ശിക്ഷയുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണിത്. പാപത്തെ നീതിമാനായ ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല. അത് വേദപുസ്തകത്തിൽ ആവർത്തിച്ചിട്ടുള്ളതായ കാര്യമാണ്. ഞാൻ നിന്നെ ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിടുകയില്ല താനും എന്ന് യിരെമ്യാ പ്രവാചകൻ എത്ര ഗൗരവമായിട്ടാണ് ദൈവത്തിൻ്റെ ജനത്തോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കാരണം യേശുക്രിസ്തുവിൻ്റെ മരണം പാപത്തിന് ശിക്ഷയുണ്ട് എന്നുള്ളതായ വലിയ സത്യത്തിൻ്റെ നിശ്ചയമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മെ ആ ശിക്ഷയിൽ നിന്ന് വിടുവിക്കാനായിട്ട് സ്നേഹവാനായ ദൈവം തീരുമാനിച്ചപ്പോൾ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ പാപമില്ലാത്തവൻ്റെ മേൽ ഏൽപ്പിച്ചാണ് ആ മരണം, പ്രായശ്ചിത്ത മരണം സംഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ ഈ സത്യങ്ങളൊക്കെ സുവിശേഷത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളതായ സത്യങ്ങളാണ്. ഈ സത്യങ്ങളെക്കുറിച്ചൊക്കെ ബോധം വരുത്തുന്ന ജോലി ആരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ സത്യത്തിൻ്റെ ഗൗരവം എല്ലാ പ്രാധാന്യത്തിലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. ഒത്തിരി വിശദീകരണം കൂടെ, രണ്ട് കാര്യങ്ങൾ കൂടി വേഗത്തിൽ പറയാം എന്ന് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് ഓരോ സഭാംഗങ്ങളിലും വസിച്ചുകൊണ്ട് ഉടമസ്ഥത ഉറപ്പാക്കുന്നു. അത് നമ്മൾ 6ാമത്തെ കാര്യമാണ്. അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് ഇന്ന് ചെയ്യുന്ന കാര്യം ഓരോ സഭാംഗങ്ങളിലും വസിക്കുകയാണ്. 1-2 റെഫറൻസ് എഴുതിയിട്ടാൽ മതി, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 1 Corinthians 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത എടുത്തു പറയുന്നുണ്ട്. ആരെങ്കിലും ഓർക്കണ്ട എന്താണെന്ന്? നമ്മുടെ ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മെ ദൈവത്തിൻ്റെ മന്ദിരമാക്കി തീർത്തിരിക്കുകയാണ്. വലിയ പദവിയിലേക്കാണ് ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ അവിടെ ചേർത്തൊരു ഭയനിർദ്ദേശമുണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്വന്തം ശരീരത്തെ പോലും നശിപ്പിക്കാൻ നമുക്ക് അനുവാദം ഇല്ല. അത് ഖണ്ഡിതമായൊരു സത്യമാണ്. നമ്മുടെ ഈ സ്വന്തം ശരീരത്തിന് ദോഷമാകുമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് അനുവാദം ഇല്ല. അത് കർത്താവിനെ വളരെ വേദനിപ്പിക്കും. കർത്താവിനെ വേദനിപ്പിക്കാൻ കാരണം എന്താണ്? കർത്താവ് നമ്മുടെ ഈ ശരീരത്തെയും കൂടെ വിലയ്ക്ക് വാങ്ങിയതാണ്. 6-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളിൽ നമ്മളത് വായിക്കുകയാണ്. നിങ്ങളുടെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? 20-ാമത്തെ വാക്യം എന്താ? നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പോൾ അതെന്തൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാനിവിടെയൊക്കെ പറയുന്നതായ കാര്യം, ഒരു ദൈവ പൈതലിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വസിച്ചുകൊണ്ട് അവന് ഓരോ കാര്യങ്ങളിലും നിയന്ത്രിക്കുന്നു എന്നുള്ളത് നാം ഇവിടെ കാണുകയാണ്. ഞാനിവിടെ ഒരു 1-2 സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞു പോകാം എന്ന് വിചാരിക്കുന്നു. സഭാംഗങ്ങളിൽ ആത്മാവ് ഉള്ളവരെന്നും ഇല്ലാത്തവർ എന്നും 2 കൂട്ടരുണ്ടോ? ഇല്ല. റോമർ 8-9 വാക്യം നമുക്കെല്ലാം പരിചയമില്ലേ? ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കുന്നതായ കാര്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളിലും വസിക്കുന്നു എന്നുള്ളത് നാം ഇവിടെ കാണുകയാണ്. റോമർ 8-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ ഒരു മനോഹരമായ പ്രയോഗമുണ്ട്. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായെന്നാണ്. അപ്പോൾ ആത്മാവ് നമുക്ക് ദാനമായിട്ടാണ് കിട്ടിയത്. അത് എത്രാമത്തെ ദാനമാണ്? ആദ്യ ദാനമാണ്. ആ പ്രയോഗം ഒരു വലിയ സത്യത്തെ വെളിപ്പെടുത്തുന്നുണ്ട്.
നമുക്ക് രക്ഷ ലഭിച്ചിട്ടുണ്ട്. രക്ഷയും എന്താണ്? രക്ഷ ദാനമല്ലേ? രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. വെളിപ്പാട് 7:10 വേണമെന്ന് നോട്ട് ചെയ്തിട്ടുള്ളൂ. രക്ഷ ദൈവം ദാനമായിട്ടാണ് തരുന്നത്. ഈ രണ്ടു വാക്യം കൊണ്ട് കണക്ട് ചെയ്ത് ഞാനൊരു കാര്യം പറയട്ടെ. അപ്പോൾ റോമർ 8:21 പൗലോസ് പറയുന്നത് ആത്മാവെന്ന ആദ്യ ദാനം. അപ്പോൾ രക്ഷ എന്ന ദാനം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ പ്രവർത്തിച്ച് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമൊക്കെ ബോധം വരുത്തിയാണ് ഈ രക്ഷകങ്കിലേക്ക് നയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തൊരു മനോഹരമായിട്ടാണ് ഈ സത്യം ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ദൈവസഭയിലും പരിശുദ്ധാത്മാവിൻ്റെ കാര്യസ്ഥത എത്രയോ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ കാണുകയാണ്. ഏഴാമത്തെ ഒരു കാര്യം കൂടി ഞാൻ അവിടെ ഓർപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ആത്മനിറവിലാണ് സഭാംഗങ്ങൾ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിച്ച് സാക്ഷ്യം വഹിക്കുന്നത്. ഒന്നുകൂടി പറയുന്നു. ആത്മനിറവിലാണ് സഭാംഗങ്ങൾ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിച്ച് സാക്ഷ്യം വഹിക്കുന്നത്. അപ്പോൾ ആത്മനിറവിനുള്ള കൽപ്പന നമുക്ക് ഉണ്ട്. ഞാനിതൊന്ന് പറഞ്ഞു തീർക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് വായിക്കണ്ട. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ സത്യം അവിടെ നമ്മൾ കാണുകയാണ്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിക്കണം. അപ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം, ആത്മാവിൻ്റെ സാന്നിധ്യം തമ്മിൽ എല്ലാവരിലും ഉണ്ട്, എല്ലാ സഭാംഗങ്ങളിലും ഉണ്ട്. പക്ഷേ എല്ലാവർക്കും ആത്മനിറവ് ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ അത് പ്രാപിക്കാനുള്ള കൽപ്പന അവിടെ ദൈവാത്മാവ് നമുക്ക് തരുന്നുണ്ട്. ഒരാൾ ആത്മനിറവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഒരാളങ്ങനെ ആത്മനിറവിലാണ് ജീവിക്കുന്നതെങ്കിൽ അത് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. വൃക്ഷത്തെ എങ്ങനെ അറിയാം? ഫലം കൊണ്ടറിയാം. ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആത്മനിറവിൽ ജീവിക്കുന്നവരിൽ ആത്മാവിൻ്റെ ഫലം കാണും. അപ്പം നമ്മൾ ഓരോരുത്തരും ആത്മനിറവിലാണോ ജീവിക്കുന്നത് എന്ന് അറിയാനായിട്ട് ഒരു പ്രയാസമില്ല. നമുക്ക് വളരെ കൃത്യമായി പരിശോധിച്ച് അറിയാനായിട്ട് സാധിക്കും. ഗലാത്യർ 5:22 വാക്യത്തിൽ ആത്മാവിൻ്റെ ഫലം നമ്മൾ കാണുന്നുണ്ട്. അത് നമുക്ക് മനപ്പാടം അറിയാവുന്നതാണല്ലോ. മനപ്പാടം അറിയണം. അറിയാൻ പാടാത്തവരത് പഠിച്ച് ഇതാണ് ആത്മാവിൻ്റെ ഫലം എന്നുള്ള തിരിച്ചറിവോടെ ജീവിക്കാൻ സാധിക്കണം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. അപ്പോൾ ആത്മനിറവിൽ ഒരു വിശ്വാസി ജീവിക്കുമ്പോൾ ഈ ഫലങ്ങൾ പുറപ്പെടും. ഒരു സഭയിലുള്ള ആളുകൾ എല്ലാവരും ആത്മനിറവിലാണ് ജീവിക്കുന്നതെങ്കിൽ ഈ ഗുണങ്ങൾ ആ സഭയിൽ നിറഞ്ഞു നിൽക്കുവാൻ ഇടയായിട്ട് തീരും. സഭ ദൈവത്തിൻ്റെ തോട്ടമാണ്. ആ തോട്ടത്തിലുള്ള മനോഹരമായുള്ള ഫലങ്ങളായിട്ടാണ് ഇതൊക്കെ ആയിരിക്കുന്നത്. ലാൽ സാഹിബിൻ്റെ ഒരു പാട്ടിലുണ്ടല്ലോ, ജീവവെള്ളം ഒഴുകുന്നു നനയ്ക്കുന്നൻ ഹൃദയം, പുഷ്പങ്ങളായി പുഷ്പിക്കുന്നു ശാന്തി, സ്നേഹം, ആനന്ദം. 2-3 കാര്യങ്ങൾ ആ പാട്ടിൽ പറയുകയാണ്. അപ്പോൾ ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കുമ്പോൾ അത് നമ്മിൽ നിന്ന്
നിശ്ചയമായിട്ടും പുറപ്പെടും. അതുകൊണ്ട് ഒരു സഭയിലുള്ള ആളുകൾ ആത്മനിറവിൽ ജീവിച്ചാൽ ആ സഭയ്ക്കുള്ളിലുള്ള അന്തരീക്ഷം എത്രയോ ആസ്വാദ്യകരമായിരിക്കും. നിങ്ങൾ ആ 9 കൂട്ടം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൊന്ന് ചേർത്ത് ചിന്തിച്ചാൽ ധാരാളം മതിയായിരിക്കും. അപ്പം അവിടെയുള്ള ആളുകൾ ആരും തെറ്റും കുറ്റമൊന്നും ചെയ്യുന്ന ആളുകളായിരിക്കില്ല എന്നതിനർത്ഥമില്ല. ആ ഫലത്തിൽ ഒന്നുണ്ട്: സ്നേഹം, സന്തോഷം, സമാധാനം. പിന്നെ 4മത്തേത് ദീർഘക്ഷമ. അപ്പം ആരെങ്കിലും ഭാഗത്തൊരു തെറ്റോ കുറ്റമോ ഒക്കെ വന്നാലും ദീർഘമായി ക്ഷമിക്കുമ്പോൾ അതൊന്നും അനൈക്യത്തിലേക്ക് എത്തുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ കർത്താവ് സഭയെ സ്ഥാപിക്കുമ്പോൾ എത്രയോ മനോഹരമായി സാക്ഷ്യം വഹിക്കാവുന്ന ഒരു സംവിധാനമായിട്ടാണ് അതിനെ കാണുവാൻ ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കുന്ന ഒരു സ്ഥലം സഭ, ഒരു വീട്ടിലുള്ള ആളുകൾ അങ്ങനെ ജീവിക്കാനിടയായിട്ട് തീർന്നാൽ അതിൻ്റെ മഹത്വം ആ ഭവനത്തിലും വെളിപ്പെടുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഈ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാം. ഈ പഠനത്തിൽ ഈ 7 പ്രത്യേകതകളെല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയണമെന്ന് നിർബന്ധമുണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ ഞാനിത് ധ്യാനിച്ചപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ഒരു ഔട്ട്ലൈൻ പറയണമെന്ന് ശക്തമായൊരു നിർബന്ധം തോന്നിയത് കൊണ്ട് അത് ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് സഭയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് നാം ഇവിടെ കാണുകയാണ്. ഇനി ഞാനൊരു അപകട സൂചന പറയുകയാണ്. ഇന്നത്തെ സുവിശേഷ വിവിധ കൂട്ടങ്ങളിലേക്ക് നോക്കിയാൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്നതായിട്ട് പറയുന്നതായ കാര്യം നമ്മൾ ഈ ചിന്തിച്ചാൽ ഏതെങ്കിലും കാര്യം പറയണ്ടാവും? ഇല്ല. സാധാരണ ഇതിൽ ഒരു കാര്യവും പറയുന്നില്ല. 1 13 അധ്യായത്തിൻ്റെ 8-10 വാക്യങ്ങൾ വായിക്കുന്ന പോലെ സഭയുടെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നതും നിന്നുപോയതും നീങ്ങിപ്പോയതുമായ ആ വരങ്ങളുടെ പിന്നാലെയാണ് ഇന്നത്തെ സുവിശേഷ വിവിധ കൂട്ടങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതോട് ചേർത്ത് പറയുകയും ചെയ്യും, ആത്മാ നിറവിൻ്റെ ഏകവും പ്രത്യക്ഷമായ അടയാളം അന്യഭാഷയാണെന്നൊക്കെ പറഞ്ഞ് ശരിയിൽ നിന്ന് സാധുക്കളായ ആളുകളെ വളരെ തന്ത്രപൂർവം വ്യതിചലിപ്പിക്കുന്നു എന്നുള്ളത് ഒരു ഭയങ്കരമായ യാഥാർത്ഥ്യമാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ അപമാനകരമായി, ദൈവമക്കൾക്ക് അപമാനകരമായ ചില കാര്യങ്ങളൊക്കെ വന്നപ്പോൾ, അതൊത്തിരി പ്രചാരം സിദ്ധിച്ചപ്പോൾ എൻ്റെ മനസ്സിന് ഇത് വല്ലാതെ ദുഃഖിപ്പിക്കാനിടയായി തീർന്നു. പരിശുദ്ധാത്മാവ് ഒരാളിൽ വന്നാൽ, പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ ഒരു സഭ സാക്ഷ്യം വഹിക്കാനിടയായിട്ട് തീർന്നാൽ അതെന്തൊരു വലിയ അനുഗ്രഹം ആയിരിക്കും, എത്ര വലിയ ആസ്വാദ്യമായൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ വഴിതെറ്റി പോകുന്നില്ല എന്നുള്ളത് എല്ലാ സൂക്ഷ്മതയിലും ഉറപ്പുവരുത്തത്തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്യം ഒന്ന് നോട്ട് ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാമിത്. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ മഹാനിയോഗം പറയുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഈ പങ്ക് പ്രത്യേകിച്ചെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വായിച്ച് മാത്രം ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന് വായിച്ചോളൂ. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 49-ാമത്തെ വാക്യം. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നവരോട് പറഞ്ഞു. അപ്പോൾ അവിടെ നാം കാണുന്നൊരു കാര്യം, ഇവിടെ കർത്താവ് മഹാനിയോഗം കൈമാറുകയാണ്. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിലാണല്ലോ മഹാനിയോഗം വെളിപ്പെടുത്തുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നത്. അപ്പോൾ അതോട് ചേർത്ത് നമ്മുടെ കർത്താവ് പരിശുദ്ധാത്മാവിനെ അയക്കുന്നതായ കാര്യവും പരിശുദ്ധാത്മാവ് നിർവഹിക്കേണ്ട കാര്യങ്ങളും വ്യക്തമാക്കുക. ഇത് വളരെ വിശദമായിട്ട് മാളികമുറിയിലെ പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ മഹാനിയോഗത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിനോട് ചേർന്നു ഈ സത്യം നമ്മൾ കാണുക. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിന് ഞാൻ നിങ്ങളുടെ മേൽ അയക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ ഏറ്റവും ശരിയായി നിർവഹിക്കപ്പെടുന്നതിൽ പരിശുദ്ധാത്മാവിൻ്റെ വളരെ പ്രധാനപ്പെട്ട പങ്ക് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട്
സാധിക്കുകയാണ്. അതുകൊണ്ട് മഹാനിയോഗം പരിശുദ്ധാത്മ നടത്തിപ്പിൽ നിർവഹിക്കപ്പെടുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കണം. എന്താണ് മഹാനിയോഗം? എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ നിർവഹിക്കേണ്ടിയ അനുഗ്രഹീതമായ ഉത്തരവാദിത്തമായിട്ടാണിത് ഇരിക്കുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് ആ ഉത്തരത്തിൽ ചേർത്ത് ചിന്തിക്കാനായിട്ടുണ്ട്. കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ മഹാനിയോഗം നിർവഹണത്തിൽ ഏറ്റവും കൃത്യമായുള്ള വിശ്വസ്തതയും അനുസരണവും നമ്മുടെ തലമുറയിൽ സൂക്ഷിച്ച് സാക്ഷ്യം വഹിക്കുവാൻ ദൈവാത്മാവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.